ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന നൂറുമേനി സീസൺ 4ന്റെ ഭാഗമായുള്ള അതിരൂപത തല സന്യസ്ത മത്സരം AKM പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാക്കോണിൽ മത്സരം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി. വചനാധിഷ്ഠിത ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സ്നേഹമുള്ളവർ, ഞാൻ സത്യത്തിൽ വചനം പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ പോകാറുണ്ട്. എൻ്റെ അമ്മച്ചി ചെറുപ്പം തൊട്ടേ എന്നെ ഓരോ വലിയ അവധിക്കും ഒരു ധ്യാനത്തും ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വന്നിട്ട് എന്നോട് ചോദിക്കും, എടാ നീ ധ്യാനത്തിന് പോയിട്ട് എന്ത് തീരുമാനം എടുത്തു? അപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയണം. അപ്പം സത്യത്തിൽ എൻ്റെ പേരൻസ് എന്നെ ആ രീതിയിൽ പള്ളി കൊണ്ടുപോകാനും ഞാൻ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. എൻ്റെ പേരൻസിനോടാണ് എനിക്കിതിനുള്ള ഏറ്റവും വലിയ കടപ്പാട്. പിന്നെ എനിക്ക് ഈ പറഞ്ഞതുപോലെ വചനം കേൾക്കുന്നത് വലിയ സന്തോഷമായിരുന്നു. അപ്പം എല്ലാ ദിവസവും നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ധ്യാനഗുരുക്കന്മാരുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. ആ സമയം നമുക്ക് രണ്ട് കാര്യം നടക്കുമല്ലോ, നടക്കുകയും ചെയ്യാം, വചനം കേൾക്കുകയും ചെയ്യാം. അതെനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ ആ നടപ്പിൻ്റെ ആ ഒരു ബോറിങ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇല്ല. ഈശോ നമ്മൾ വചനം കേട്ടുകൊണ്ട് നമ്മുടെ ധ്യാനഗുരുക്കന്മാരുടെ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം നമ്മൾ കോവിഡിനൊക്കെ മുമ്പ്, കോവിഡിൻ്റെ സമയത്ത് ഇത് കൂടുതലായിട്ട് എല്ലാ ദിവസവും ഈ ധ്യാനം ഇങ്ങനെ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇടവകപ്പള്ളിയിലെ മക്കളെ ഇതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഞാൻ കുറച്ച് പുസ്തകം ഇങ്ങനെ ധ്യാനത്തിന് നമ്മൾ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ധ്യാനഗുരുക്കന്മാർ പറഞ്ഞ ഇഷ്ടപ്പെട്ട വചനങ്ങൾ ബുക്കിൽ എഴുതി വെക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആ വചനങ്ങളെല്ലാം സോർട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു പുസ്തകം ഞാൻ അടിച്ചു. അത് ഇടവപ്പള്ളിയിലെ അച്ഛൻ, അന്ന് പ്ലാമ്പറമ്പിലച്ഛൻ, ബഹുമാനപ്പെട്ട പ്ലാമ്പറമ്പിലച്ഛനായിരുന്നു അന്ന് വികാരി അച്ഛന്. അപ്പോൾ അച്ഛനെ കൊടുത്തു. അച്ഛനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ 2-3 നമ്മുടെ പാറേപ്പള്ളിയിലും അതുപോലെ ചീരഞ്ചർപ്പള്ളിയിലും പിന്നെ കുട്ടനാട് ഒരു പള്ളിയിലും നമ്മളിത് കൊടുത്തു. വിശ്വാസോത്സവത്തിന് അത് കുട്ടികൾക്ക് ചെറിയ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അവർ പഠിക്കുകയും അവരെ ഞാൻ നേരിട്ട് സമ്മാനം കൊടുക്കാനൊക്കെ പോയി. അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കാര്യമാണല്ലോ ഞാൻ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇടവകയിൽ ഈ ഒരു രീതി ഇടവകയിൽ മൊത്തമായിട്ട് ഈ ഒരു കാര്യം ചെയ്താലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പുത്തങ്കളച്ഛനോട് സമീപിക്കും. ഞങ്ങളുടെ വികാരി അച്ഛൻ ടോം പുത്തങ്കളച്ഛനാണ്. അച്ഛനോട് ഈ കാര്യം സംസാരിക്കുകയും അച്ഛനും അത് വളരെയധികം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വേരൂർ പള്ളിയിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു മിനിയേച്ചർ സ്റ്റാർട്ടപ്പ് ചെയ്തത്. നമുക്ക് വേരൂർ പള്ളിയിൽ വളരെ സന്തോഷത്തോടെ ഇടവകക്കാരെല്ലാവരും ആഘോഷത്തോടെ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ രൂപതയിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് തുടങ്ങാനായിട്ടുള്ള അവസരം പിതാവ് നമുക്ക് നൽകിയത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ ഈ വചനം പഠിക്കുകയും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുകയും ഹൃദയത്തിൽ വചനം ആലേഖനം ചെയ്യപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നൂറുമേനി ചെയർമാൻ സണ്ണി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നൂറുമേനി സീസൺ 4 സങ്കീർത്തന പഠനം ഇതിനോടകം പൂർത്തിയാക്കിയ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ ഇടവാംഗം ലൂക്ക രാഗേഷിന് മോൺസിഞ്ഞോർ സ്കറിയ കന്യാക്കോണിൽ സമ്മാനം നൽകി ആദരിച്ചു. ലൂക്ക രാഗേഷ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളി ഇടവകയിലെ ഒരു കൊച്ചു പ്രതിഭയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാനിവിടെ നിൽക്കുകയാണ്. ലൂക്ക പ്രതിഭയായത് ബൈബിളിലെ വചനങ്ങൾ മനഃപ്പാടമാക്കിക്കൊണ്ടാണ്. ലൂക്കച്ച, ഇത് നൂറുമേനിയുടെ സീസൺ 4 നമുക്കറിയാം അല്ലേ? മോൻ ഈ സീസൺ 4 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനമാണ് മനഃപ്പാടമാക്കേണ്ടത്. അത് മോൻ പഠിച്ചു കഴിഞ്ഞോ? മോൻ എങ്ങനെയാണ് അത് പഠിച്ചത്? ഞാൻ ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ വെച്ച് പഠിക്കുമായിരുന്നു. ഈ പഠനത്തിൽ മോനെ ആരാ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്? അമ്മ എങ്ങനെയാണ് മോനോട് പഠിക്കാനുള്ള മെത്തേഡ് മോന് പറഞ്ഞു തന്നത്? അമ്മ പറഞ്ഞു ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ വെച്ച് പഠിക്കാൻ. അങ്ങനെ പഠിക്കാനായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു അധ്യായം പഠിക്കുമായിരുന്നു. അങ്ങനെ ഈ വർഷവും 2000 രൂപ ക്യാഷ് അവാർഡിന് അർഹനായിരിക്കും അല്ലേ? പ്രത്യേക അഭിനന്ദനങ്ങൾ. അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ആന്റണി കാച്ചങ്കോടം പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. AKM പബ്ലിക് സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയറ്റ് വടക്കേപ്പറമ്പിൽ, റവറന്റ് സിസ്റ്റർ റെജിൻ മേരി FCC എന്നിവർ സംസാരിച്ചു. അതിരൂപത ആനിമേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം SABSന്റെ നേതൃത്വത്തിൽ വിവിധ കോൺഗ്രിഗേഷനുകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി. ഉച്ചഭക്ഷണത്തോടെ പരിപാടികൾ സമാപിച്ചു. ഒത്തിരി സന്തോഷമുണ്ട് നൂറുമേനിയുടെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ. ഞാനൊരു പ്രത്യേകത ശ്രദ്ധിച്ചതാണ്, നൂറുമേനി എഴുതുന്ന ആൾക്കാരുടെ മുഖത്തൊരു വലിയ പ്രകാശമാണ്. അത് ശരിക്കും വചനം അറിയുന്നതിൻ്റെ ഒരു പ്രകാശമാണ്. അത് ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്നതാണല്ലോ ഈ വചനം.
ഏത് സങ്കടത്തിൻ്റെ സമയത്തും ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ അങ്ങനെ വചനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ ഉള്ളിലുള്ള വചനം സമയമാകുമ്പോൾ, നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ അത് പുറത്തേക്ക് വരും. അത് നമ്മളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കും. ആ ഒരു പ്രകാശം ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. പ്രത്യാശയുടെ പ്രകാശം കാണുന്നുണ്ട്. ഇതെല്ലാവരിലേക്കും ഈ ഒരു പ്രകാശം ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ജോസിമേ, എന്താ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ജോസിമേ, നമ്മുടെ ലോഗോസ് കിസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം BOSൽ അതിൻ്റെ ജൂബിലി ആഘോഷമായിരുന്നു. അന്ന് മുതൽ ജോസിയമ്മ ലോഗോസ് കിസ് എഴുതുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നൂറുമേനി തുടങ്ങി നമ്മൾ സീസൺ 4 എത്തി നിൽക്കുക. അപ്പോൾ സീസൺ 4 പരീക്ഷയ്ക്ക് വേണ്ടി ജോസിയമ്മ ഇന്ന് വന്നിരിക്കുക. അപ്പോൾ ജോസിയമ്മയ്ക്ക് ഈ നൂറുമേനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബൈബിള് ഞാൻ വായിക്കുമായിരുന്നു. ബൈബിളിനെ കുറിച്ച് കുറച്ചൊക്കെ ഗ്രാഹ്യമുണ്ട്. എങ്കിലും വചനമൊന്ന് തിട്ടപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഈ നൂറുമേനി ഈ സംരംഭം അതിനുള്ള ഒരു നല്ല വഴി തുറക്കുന്നുണ്ട്. വചനം കൃത്യമായി പഠിക്കുന്നതിന് സാധിക്കുന്നുണ്ട്.